ഇന്നും അതെ, രാജുവും ഇന്ദ്രനും എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പം അത് ശരിയാണല്ലോ എന്ന് തോന്നാറുണ്ട്. കാരണം കുറച്ച് പഠിച്ച് സംസാരിക്കും. പ്രത്യേകിച്ച് രാജു അച്ഛൻ്റെ വിട്ട് 5 വട്ടം ചിന്തിച്ചിട്ടേ പറയത്തുള്ളൂ പുറത്തോട്ട്. ഈ എപ്പോഴെങ്കിലേ നമ്മൾ പൊതുവെ കേട്ടിട്ടുണ്ട് രാജു കുറച്ച് ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ആളാണ്, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണെന്ന്. അമ്മയായിട്ട് അങ്ങനെ ഗുസ്തി പിടിക്കാറുണ്ടോ? ഇങ്ങോട്ട് വരട്ടെ, അപ്പൊ അപ്പോഴതിന്റെ പൊന്നോ വേദന അറിയാം. ഗുസ്തി പിടിക്കും. അതല്ല, രാജു ഷോർട്ട് ടെമ്പേർഡ് ആണ്. കാരണം എന്താ വെച്ചാൽ അവനെന്താ വെച്ചാൽ ക്ഷമ കുറവാണ്. അവനൊരു കാര്യം വിചാരിച്ചാൽ അത് ഒരു 100% പെർഫെക്റ്റ് ആയിട്ട് നടക്കണം. അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മറ്റാണ്, മറിച്ചാണ്. അപ്പം അപ്പം ഇതിൻ്റെ ഇടയിൽ നമ്മൾ എന്ന് പറഞ്ഞാൽ അഭിപ്രായം പറയാൻ ചെന്നാൽ അവന് ഇഷ്ടപ്പെടത്തില്ല. അല്ല അതൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനത്തെ ഒരു അത് സുഖമായിട്ടുണ്ടായിരുന്നല്ലോ. വലിയ ചുമ്മാ ഇരിക്കും അത് എനിക്കറിയാം അതെങ്ങനെയാന്നൊക്കെയുള്ള അത് പുള്ളിയുടെ ഒരു അഭിപ്രായത്തിന് തന്നെ പോയെങ്കിലേ അത് സക്സസ്ഫുൾ ആവൂ എന്നൊരു തോന്നലുണ്ട്. അപ്പോൾ അത് ഇദ്ദേഹത്തിനും ഉണ്ട്. ഷോർട്ട് ടെമ്പേർഡാ, പക്ഷെ അതൊക്കെ സുപ്രിയോടും ഒക്കെ ഉള്ളൂ. എൻ്റെ അടുത്തില്ല കേട്ടോ. എൻ്റെ അടുത്ത് കാണിച്ച് ചിലപ്പോൾ അമ്മ ചെവിക്ക് പിടിക്കുമോന്നൊരു ചെറിയ പേടി ഇപ്പോഴും രണ്ടുപേർക്കും. ഈ മകനും മകളും തമ്മിലുള്ള ഗുസ്തികളുടെ ഇടയിൽ അമ്മ ഇടപെടാറുണ്ടോ? ഇല്ല ഇല്ല. എന്റെ മുമ്പ് വെച്ച് ഗുസ്തിയില്ല. ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര സ്നേഹമാണ്. ഒരു ഗുസ്തി ഇല്ല, ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഇന്നലെ ലിസ്റ്റിൻ പറഞ്ഞ കേട്ടില്ലേ, ഇവര് തമ്മിൽ ഇങ്ങനെ ഗുസ്തി പിടിക്കുമ്പോൾ ഇതൊക്കെ ഞാൻ കേട്ടുള്ളൂ. ഞാൻ കാണുമ്പോൾ ഡാഡു ചുമ്പു അതൊക്കെ വലിയ സ്നേഹമായിട്ടൊക്കെ പോവാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒന്നും അറിയുന്നില്ല. അതാ ഞാൻ ഈ കൂടെ താമസിക്കാത്തത്. ഞാൻ താമസിച്ചാൽ ചിലപ്പോൾ അറിയാതെ വല്ലതും കാണേണ്ടി വരും. അമ്മ സ്വസ്ഥം. അമ്മ ഇരിക്കുന്നിടത്ത് മക്കൾ വരട്ടെ, ഭക്ഷണം കഴിക്കട്ടെ, എന്ത് വേണമെങ്കിലും ഞാൻ ഉണ്ടാക്കി കൊടുക്കാം, എന്നിട്ട് പോട്ടെ. അവരവരുടെ ജീവിതം, നമ്മൾ വയസ്സായി ഒതുങ്ങി കൂടി നമ്മുടെ ജീവിതം. ഈ വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറയുമ്പോൾ ഇന്ദ്രജിത്തിന് അങ്ങനെ ഇന്ദ്രയത്തെ പിന്നെ ഡിസ്റ്റിങ്ഷനോടുകൂടി എഞ്ചിനീയറിംഗ് പാസ്സായുള്ള കമ്പ്യൂട്ടർ സയൻസ്. അത് കഴിഞ്ഞിട്ട് മദ്രാസിൽ എൻ്റെ ചേട്ടനും ഒക്കെ പരിചയമുള്ള ഒരു കമ്പനിയിൽ അവൻ അവിടെ വർക്ക് ചെയ്ത് നെക്സേജ് ടെക്നോളജീസ് USA കമ്പനി. അപ്പോൾ അങ്ങനെ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വിജയ് തമ്പി സാറിൻ്റെ ആനി എന്ന് പറയുന്ന ഒരു ടെലിഫിലിം അഭിനയിക്കുന്നു. അത് നമ്മുടെ വിനയൻ സാറ് കണ്ടിട്ട് ഊമപ്പെണ്ണന് ഉരിയാട പയ്യെല്ലാം വിളിക്കുന്നു. അങ്ങനെയായിരുന്നു ഇന്ദ്രന് 78 മാർക്കോടുകൂടി കമ്പ്യൂട്ടർ സയൻസ്, 78% മാർക്കോടുകൂടി കമ്പ്യൂട്ടർ സയൻസ് പാസ്സായ ആളാണ്. ഇവർ രണ്ടുപേരും സിനിമയിലേക്ക് വരുമെന്ന് നിങ്ങൾക്ക് രണ്ടാൾക്കും അന്നേ ഒരു പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു? അത് പലരോടും പറഞ്ഞിട്ടുണ്ട്. കാരണം സൈനിക് സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇവന്മാർ രാജു നാടകം സ്വന്തമായിട്ട് എഴുതി സംവിധാനം ചെയ്യുന്നു, ഇന്ദ്രൻ അഭിനയിക്കുന്നു, ഭയങ്കര പാട്ട്. അതേപോലെ ഗെയിംസിലും അതെ. രാജു അന്ന് ഇന്ദ്രൻ എനിക്ക് തോന്നുന്നു ക്രിക്കറ്റോ ടെന്നീസോ ഒക്കെ, അത് രാജു ബാസ്കറ്റ് ബോളോ. അപ്പോൾ എല്ലാത്തിലും ഇവരുടെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം അന്ന് അവിടെയുള്ള പ്രിൻസിപ്പൽ അറിയാമല്ലോ, ഡിഫൻസ് സർവീസിൻ്റെ ആണ്. അപ്പോൾ അവർ പ്രിൻസിപ്പലായാലും രജിസ്ട്രാറായാലും എല്ലാവർക്കും വലിയ കാര്യമാണ്. അത്യാവശ്യം കുസൃതയുണ്ട്, അതോ അവർ പറയുന്നുണ്ട്. പക്ഷേ എന്നാലും ഈ പറഞ്ഞതുപോലെ രണ്ടുപേരോടും വലിയ കാര്യമായിരുന്നു. അപ്പോൾ ഈ അഭിനയമൊക്കെ കാണുമ്പോൾ തന്നെത്താനെ എഴുതി ഡയറക്റ്റ് ചെയ്ത് അഭിനയിക്കുന്ന സുഖം പറയും. കറങ്ങി തിരിഞ്ഞവന്മാർ സിനിമയിൽ വരും, സംശയമില്ല കേട്ടോ. കരുതി